നമസ്കാരം. കേരളത്തിലെ ഏക വനവാസി ഗ്രാമപഞ്ചായത്തായ ഇടമലക്കുടി പഞ്ചായത്തിലേക്കാണ് നമ്മുടെ യാത്ര. അവിടുത്തെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ യാത്രയുടെ ലക്ഷ്യം. മൂന്നാറിൽ നിന്ന് വടക്കോട്ട് 36 കിലോമീറ്റർ ദൂരം കൊടും വനത്തിലൂടെ യാത്ര ചെയ്താൽ ഇടമലക്കുടിയിലെത്താം. വരയാടുകളുടെ കേന്ദ്രമായ രാജമലയും മഹാദുരന്തം സംഭവിച്ച പെട്ടിമുടിയും കടന്നു വേണം ഇവിടേക്ക് പോകാൻ. കൊടും വനത്തിലൂടെയുള്ള ഓഫ് റോഡ് ജീപ്പ് യാത്ര മികച്ച അനുഭവം സമ്മാനിക്കും. ഇടയ്ക്ക് ആന, കടുവ, കാട്ടുപോത്ത് തുടങ്ങിയ വന്യമൃഗങ്ങളെയും കാണാൻ കഴിയും. സാഹസിക യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് ഇടമലക്കുടി യാത്ര വളരെ രസകരമാകും. ഇടമലക്കുടിയിലേക്കുള്ള യാത്രയാണ്. ആ യാത്രക്കിടയിൽ കണ്ട ഒരു കാഴ്ച കാണിക്കുകയാണ്. ഇതാണ് ആ കാഴ്ച. അതായത് വാഹനങ്ങൾ കടന്നു പോകുന്നതിനായി നിർമ്മിച്ച ഒരു പാലമാണ്. ആ പാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് 5 വർഷം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇപ്പോൾ ഈ വാഹനങ്ങളെല്ലാം പോകുന്നത് ഈ പാലമില്ലാതെ ഇതുവഴി പോകുന്ന ജീപ്പ്, അതായത് അത്യാവശ്യത്തിന് ഒന്ന് ആശുപത്രിയിലടക്കം പോകണമെങ്കിൽ ഈ തോട്ടിലൂടെ കടന്നു വേണം, ഈ വെള്ളത്തിലൂടെ കടന്നു വേണം പോകേണ്ട ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. വളരെ ദുർഘടമായ ഒരു സാഹചര്യത്തിൻ്റെയാണ് ഇടമലക്കുടി മേഖലയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. യാത്രയിലുടനീളം ഇത്തരത്തിലുള്ള ദുർഘടമായ പാതകൾ തന്നെയാണ് കാണാൻ സാധിച്ചത്. വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനങ്ങൾ, പ്രത്യേകിച്ചും യാത്രയുടെ കാര്യത്തിലാണ് ഇടമലക്കുടിയിലേക്ക് ഏറ്റവും അധികം ബുദ്ധിമുട്ട്. അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ആ കാഴ്ചകൾ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. പെട്ടിമുടി വരെയുള്ള 15 കിലോമീറ്റർ യാത്ര പിന്നിടുമ്പോൾ തന്നെ ഇടമലക്കുടിയുടെ അവസ്ഥ വ്യക്തമായി തുടങ്ങും. പിന്നീടുള്ള യാത്ര ഏറെ ദുഷ്കരവുമാണ്. വളരെയധികം പേടിപ്പിക്കുന്ന തരത്തിലുള്ള യാത്രയാണ്. ചെങ്കുത്തായ കയറ്റവും ഇറക്കവും, ഉരുളൻ കല്ലുകൾക്ക് മേലെ ചാടിക്കയറി പോകുന്ന അപകടം നിറഞ്ഞ ജീപ്പ് യാത്ര. കുടിയിലെ ഗർഭിണികൾ, പ്രായമായവർ ഇങ്ങനെയുള്ളവരെയൊക്കെ ഈ വഴിയിലൂടെയാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത്. ഏറെ അപകടം നിറഞ്ഞ യാത്രയാണെന്ന് ജീപ്പ് ഡ്രൈവർമാർ തന്നെ തുറന്നു പറയുന്നു. ഒരേ ഒന്നും റോഡ് സുത്തമായിട്ട് പോയിട്ടുണ്ട്. മഴക്കാലത്തിൽ വണ്ടി വന്നിട്ട് ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാലും ഭയങ്കര ബുദ്ധിമുട്ടാകും. ഈ വണ്ടീൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ ചേട്ടൻ കണ്ടല്ലോ, യായിലേക്ക് ഇതുപോലെ റോഡ് സുത്തമായിട്ടില്ലാതെ ടയർ പോക്ക്, വണ്ടീൻ്റെ ഒത്തിരി പാവങ്ങൾ പോകും. ഞങ്ങൾക്ക് ഏതോ ഓടിക്കുന്നതെന്ന് വെച്ചിട്ട് ഓടിക്കുന്നതാണ്. ഭയങ്കര റിസ്ക് എടുത്ത് തന്നെ പറഞ്ഞു. ഇവിടെ അപകടങ്ങൾ ഇതുവരെയ്ക്ക് ഏതും വന്നിട്ടില്ല. ஆனால் கொஞ்சம் ബുദ്ധിമുട്ടായിട്ട് തന്നെ വണ്ടി ഇവിടെ ഓടിക്കണം. നമ്മുടെ കയ്യിൽ വണ്ടി നിൽക്കില്ല. പോകുമ്പോഴും വരുമ്പോഴും അതിൻ്റെ പോക്കിൽ തന്നെ പോകും. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ പരാതികൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാ സിമെൻറ്റ് റോഡ് ഈ വളവൊക്കെ ഇടും പറഞ്ഞിട്ടുണ്ട്. 2 ഇടത്ത് ഇട്ടിട്ടുണ്ട്. ആണെങ്കിൽ ഇനി എത്ര ദിവസം ആകുമെന്ന് അറിയില്ല. നമുക്ക് ഒരു ട്രിപ്പ് വന്നു കഴിഞ്ഞാൽ അതിട്ട് പൈസ മേടിക്കുന്നതും വർഷം പോക്കും ശരിയായിട്ടിരിക്കും. നമുക്ക് ഇതുവരെ നിൽക്കില്ല. ഇത്ര വർഷമായിട്ട് ഞങ്ങൾ തന്നെ ഇവിടെ ഓടിച്ചതാണ്. ഈ അരി കൊണ്ടുവന്നത് വരുന്നത് എല്ലാ സെറ്റിൽക്കാരെയും എല്ലാം ഞങ്ങൾ തന്നെ ഓടിച്ചതാണ്. അതാണ് അങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുക. തിരുമ്പോൾ ഡീസൽ 200-800 പോകും. വണ്ടി കംപ്ലൈൻ്റ് ആയി ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഒരു വാരം ഓടിച്ചാൽ ഒരു 5000-6000 വണ്ടിക്ക് ചിലവാകും. അപ്പോൾ എല്ലാം കണക്കുമ്പോൾ നമ്മൾ ശമ്പളം 300 രൂപ എങ്കിലും കിട്ടും. അതുപോലെ തന്നെ ആയിരിക്കും ഓടിക്കുന്നത്. ഒരു മഴ പെയ്താൽ പോലും ഇടമലക്കുടി ഒറ്റപ്പെട്ടു പോകാറുണ്ട്. വഴിയിലേക്ക് കല്ലും മണ്ണും വീഴാൻ സാധ്യതയുള്ളതിനാൽ ഈ സമയം ആരും ഇതുവഴി പോകാറുമില്ല. ഇടമലക്കുടിയിലേക്കുള്ള ജീപ്പ് യാത്ര അവസാനിച്ചിരിക്കുകയാണ്. ഇനി നടന്നുള്ള യാത്രയാണ്. സമയം വൈകിയതോടെ ഞങ്ങളെ പാതി വഴിയിലിറക്കി ജീപ്പ് മടങ്ങി. ഒട്ടും പരിചിതമല്ലാത്ത വനത്തിലൂടെയുള്ള കാൽനട യാത്ര ഏറെ പേടിപ്പിക്കുന്നതായിരുന്നു. ഈ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് കൂട്ടായിട്ട് ഒരാളെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഈ കുടിയിലെ ഒരു ആളാണ്. ചേട്ടാ, പേരെങ്ങനെയാണ്? എങ്ങോട്ടാ പോകുന്നത്? എവിടെ വീട്?
ഏതാണ്? ആനമുടി. ആ, ഈ ഇതിലെയാണ് എന്നും യാത്ര ചെയ്യുന്നത് നിങ്ങൾ? ഇപ്പൊ ഇതിന്റെ സാധനം എന്താണിത്? ഇത് പച്ചക്കറി, പിന്നെ മുന്തിരിക്ക, അவ்வளோதான். ഓഹോ. ഈ ഇതുവഴി പോകുമ്പോൾ പേടിയൊന്നുമില്ല? ഇപ്പൊ ഇത് കാട്ടിനകത്തൂടെ ഇങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് പേടിയൊന്നുമില്ലേ? പേടിയാ. എന്തൊക്കെയാ ഇവിടെ? ആനശല്യം ഉണ്ടോ? ആനശല്യം, കാട്ടുപോത്ത്, കരടി ശല്യം, ഇത് കൂടുതലായിരിക്കും. ഈ സമയത്ത് ഇറങ്ങാറുണ്ടോ? ഈ സമയത്തോ? അല്ല, കേരള நம்ம இந்த மாங்கல்தொடி அவளுக்கு போன இருக்கும். அவளுக்கு கொஞ்சம் வண்டி சார்ஜ் கூடுதலாக இருக்கு, லேட்டஸ்ட் சார்ஜ். அதனாலதான் நானே இன்னைக்கு அங்க இருந்து வந்த மீட்டிங்கு. അമ്മാവും ഒരു മരുമകനും மட்டும் ഏക്കറാങ്ക. കുടിയിലെ അന്തേവാസികളായ രണ്ടുപേരെ യാത്രാമധ്യേ ഞങ്ങൾ പരിചയപ്പെട്ടു. രഘുവും നന്ദനും. ഇരുട്ട് വീണതോടെ അവർ മുൻപിൽ നടന്ന ഞങ്ങൾക്ക് വഴികാട്ടി. ചേട്ടാ ചേട്ടാ നോക്കുന്നുണ്ടല്ലോ അല്ലേ? പോത്ത് രാത്രി വളരെ വൈകിയാണ് ഇടമലക്കുടിയിൽ ഞങ്ങൾ എത്തിയത്. അതിനുശേഷം ഇന്ന് രാവിലെ എല്ലാ ആളുകളെയും കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ആണ്ടവൻകുടിയിലാണ്. ചെറുതും വലുതുമായ 28 കുടികൾ കൂടിയ പ്രദേശമാണ് ഇടമലക്കുടി എന്നറിയപ്പെടുന്നത്. മുതുവാൻ വിഭാഗത്തിൽപ്പെടുന്ന ഗിരിവർഗക്കാരാണ് ഇവിടെയുള്ളവർ. മൂന്നാർ പഞ്ചായത്തിലെ 13ാം വാർഡായിരുന്നു നേരത്തെ ഈ പ്രദേശം. 2010-ലാണ് 28 കുടികൾ ഉൾപ്പെടുത്തി കേരളത്തിലെ ആദ്യ ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടി രൂപീകരിക്കപ്പെടുന്നത്. 13 വാർഡുകളാണ് ഇടമലക്കുടി പഞ്ചായത്തിലുള്ളത്. പഞ്ചായത്ത് രൂപീകരിക്കുമ്പോൾ വലിയ പ്രതീക്ഷയായിരുന്നു ഇവിടെയുള്ളവർക്ക്. മനുഷ്യർക്ക് ജീവിക്കാനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ നാളിതുവരെയായി അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഒന്നും സംഭവിച്ചില്ല. റോഡ് വ്യവസ്ഥ, പിന്നെ കുടിവെള്ളം, പിന്നെ ഹോസ്പിറ്റൽ, പിന്നെ ഈ കെട്ടിയ വീടുകൾ തറ ഇഷ്ടം പോലെ. പാതി കോൺട്രാക്റ്റുകാർ എടുക്കുന്നുണ്ട്, പണിയുന്നില്ല. പിന്നെ ഞങ്ങൾ സ്വന്തമായിട്ട് പണിയുന്ന അത് പൈസ ബുദ്ധിമുട്ട് ഭയങ്കരം. സർക്കാർ ഉടനെ തരുമില്ല. കോൺട്രാക്റ്റുകാരാണെങ്കിൽ ഒന്നിനായിട്ടായിട്ട് പണിന്ന് തറ കെട്ടിയ വീടുണ്ട്. പിന്നെ ഇത് പിള്ളേ വീട് തറ കെട്ടിയതാ, അതിൻ്റെ ബില്ല് കൂടെ ഇനി മാറിക്കൊണ്ടില്ല. ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഹോസ്പിറ്റൽ പ്രശ്ന, പിന്നെ സ്കൂള് പിള്ളേർക്ക് ഈ കറണ്ട് ഇല്ലാതെ കാരണം കൊണ്ട് പഠിപ്പുകളെല്ലാം മൊത്തം ഇട്ടുപോകുന്നുണ്ട്. ഇങ്ങനെ പല പ്രശ്നമുള്ളതാണ് ഞങ്ങളെ ആണ്ടവൻകുടി വാർഡ്. ആരെയും തീർത്തും ആക്ഷേപിക്കുന്നില്ല, ഒന്നും ചെയ്തില്ലെന്നും പറയുന്നില്ല. ചിലതൊക്കെ ചെയ്തിട്ടുണ്ട്, ചിലതൊക്കെ ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇവരുടെ ദുരിത ജീവിതത്തിന്റെ മുൻപിൽ അത്തരം ന്യായീകരണങ്ങൾക്ക് എന്തു പ്രസക്തി? പുൽമേട്ടിൽ നിന്ന് ഞങ്ങളാണ് ഈ റോഡ് വെട്ടി വന്നത് ഇവിടെ. അപ്പോൾ മെയിൻ്റെനൻസ് ചെയ്യുന്നത് വന്നിട്ട് സർക്കാരിൽ നിന്ന് മെയിൻ്റെനൻസ് ചെയ്തത് മാത്രമേ കല്ല് മാത്രമേ ഇട്ടിട്ടുള്ളവർ. ഏതാണ്ട് ശൈലക്ഷ്മി വന്നിട്ട് 10 കോടി 35 ലക്ഷം കൊടുത്തെന്നാണ് അറിവ്. അതുകൊണ്ട് ഞങ്ങളാണ് ഈ റോഡ് വെട്ടിയത്. ഇതുവരെ റോഡ് റെഡി ആയിട്ടില്ല. നമുക്ക് റോഡാണ് പ്രമാദ കാര്യം. പിന്നെ കറണ്ട്, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾക്കില്ലാതെ ഒരു 3 കുട്ടിക്ക് കറണ്ട് കൊടുത്തിട്ടുണ്ട്, ബാക്കിയുള്ള കുട്ടിക്ക് ഇനിയും കൊടുത്തിട്ടില്ല. അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവുകളാണ് ഇടമലക്കുടിയുടെ പ്രധാന പ്രശ്നം. വഴി, കുടിവെള്ളം, ചികിത്സാ സൗകര്യങ്ങൾ ഇതൊന്നും പഞ്ചായത്ത് രൂപീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും ഇവർക്ക് ലഭ്യമായിട്ടില്ല. ഭയങ്കര കഷ്ടം ഞങ്ങൾക്ക്. റോഡിനകത്ത് കഞ്ഞിപ്പാട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. രണ്ടാമത്തെ ഞങ്ങൾക്ക് കുടിവെള്ളമല്ല, അതിന് ബുദ്ധിമുട്ടുമുണ്ട്. മൂന്നാമത്തെ ചില ആൾക്കാർക്ക് ഞങ്ങൾക്ക് വീടില്ല. ഇതിനവരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ സഹിക്കുന്നത്. കാറ്റും മഴയിലും വീട് പടന്നു പോയി വീട് മാറി ഇന്നും പടന്ന് തീർന്നില്ല, അങ്ങോട്ട് സുമ്മ കിടക്കുക. അങ്ങനെ പല ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് ഉള്ളതുകൊണ്ട് ഏതെങ്കിലും ദൈവവാദനം കൊണ്ട് സർക്കാരിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് നല്ലതാണ്.
സഞ്ചാരയോഗ്യമായ ഒരു വഴി വന്നാൽ തന്നെ ഇവരുടെ ദുരിതത്തിന് വലിയൊരു ആശ്വാസമാണ്. സാധനങ്ങൾ എത്തിക്കാനും മരുന്നും മറ്റ് സൗകര്യങ്ങളൊക്കെ വരണമെങ്കിൽ വഴി തന്നെ വേണം. സർക്കാർ കണക്ക് പ്രകാരം വിവിധ പദ്ധതി പ്രകാരം കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടന്ന പ്രദേശമാണ് ഇവിടം. എന്നാൽ ഈ പണമൊന്നും ഇടമലക്കുടിയിലെ ജനങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന ഇവരുടെ അനുഭവം സാക്ഷിയാണ്. എല്ലാവർക്കും ആവശ്യം സഞ്ചാരയോഗ്യമായ വഴിയാണ്. എന്നാൽ ഊരിലെ ജനങ്ങളെ, വിദ്യാസമ്പന്നരല്ലാത്ത ഈ പട്ടിണി പാവങ്ങളെ കാലങ്ങളായി വഞ്ചിക്കുകയാണ്. ഇവരുടെ ദുരവസ്ഥയ്ക്കെതിരെ ശബ്ദമുയർത്താൻ പോലും ആരുമില്ല. ഇടമലക്കുടിയുടെ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് ഭരണകക്ഷിയുടെ ഭാഗമായ സ്ഥലം MLA പറയുന്നത് കേൾക്കുക. ഇടമലക്കുടിയിൽ ഓണക്കിറ്റ് കൊടുക്കാൻ സാധിച്ചില്ലായിരുന്നു. റേഷൻ താഴോട്ട് പോകുന്ന കാര്യം പ്രയാസമാണ്. പ്രസവത്തിന് ഉൾപ്പെടെ ആശുപത്രി പോകുന്ന കാര്യങ്ങളും വാഹനങ്ങൾ കയറുന്നില്ല. അപ്പോൾ 2010 ആദ്യമായി പഞ്ചായത്ത് ഉണ്ടാവുന്നത്. 2 ടാൻ പഞ്ചായത്ത് 10 വർഷം കഴിഞ്ഞു. പഞ്ചായത്ത് ആഫീസ് പ്രവർത്തിക്കാനും പറ്റാത്ത സ്ഥിതിയാണ്. ഒരൊറ്റ കാരണമേ ഉള്ളൂ, ഫോറസ്റ്റ് ഈ റോഡ് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള കാശെല്ലാം ഗവൺമെൻറ്റിൽ നിന്നും ലഭ്യമാവുകയും ഫോറസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള അവസരത്തിലും ഫോറസ്റ്റ് ഈ റോഡ് പണി തീർന്നില്ല. കലക്ടറാണെങ്കിൽ ഒരു പിടി സന്ദർഭങ്ങളിൽ ഇടപെട്ടു. പെട്ടിമുടി തുറന്ന് നടന്ന സന്ദർഭത്തിൽ അതിനുശേഷം നടന്ന അവലോകന യോഗത്തിൽ പോലും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഫോറസ്റ്റിൻ്റെ നിലപാട് ഇവിടെ ഇടമലക്കുടിയിലേക്ക് ഒരു റോഡ് യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതിൽ നിന്നും വളരെ വ്യത്യസ്തമായ സമീപനമാണ്. അങ്ങനെ എന്തിനാണ് ഇങ്ങനെ എടുക്കുന്നത്? ഒരു മനുഷ്യാവകാശത്തിൽ പോലും ലംഘനം നടത്തുന്ന നടപടിക്രമമാണ് ഫോറസ്റ്റ് നടത്തുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഇടയിടയ്ക്ക് പോയി അവിടെ ആളുകളെ കണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കുമ്പോഴും ഒരു 8 വളവുകളുണ്ട്. ആ വളവിനെ ചുരുങ്ങിയത് ഒരു 50 മീറ്റർ 100 മീറ്ററൊക്കെ ഉള്ളൂ. അതിൽ കോൺക്രീറ്റ് ചെയ്ത് കൊടുത്താൽ പോലും ഈ പ്രശ്നങ്ങളെല്ലാം തീരും. ബാക്കി കംപ്ലീറ്റ് നമുക്ക് റോഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. എന്താണേലും ഒരു പഞ്ചായത്താണല്ലോ, അതും ട്രൈബൽ പഞ്ചായത്തല്ലയോ, അവരോടുള്ള മാനസികാവസ്ഥ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത്തരത്തിൽ വളരെ ദയനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല, ഭരണകക്ഷിയാണെങ്കിൽ പോലും. പക്ഷേ മന്ത്രിയുടെ നിയന്ത്രണം വിട്ടുപോകുന്ന ഒരു ഉദ്യോഗസ്ഥ മണ്ഡലവും അല്ലെങ്കിൽ വകുപ്പും ഇത്തരത്തിലേക്ക് നിലപാട് സ്വീകരിക്കുന്നതോട് ഒരിക്കലും യോജിക്കാനാവില്ല. വർഷങ്ങളായി ഇവരുടെ വോട്ടുകൾ വാങ്ങി അധികാരത്തിൽ വന്നവർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. MLAയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഇവിടെ ആർക്കും താല്പര്യമില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ സന്ദർശനം നടത്താനും വാർത്തകളിൽ ഇടം പിടിക്കാനുമുള്ള ഒരു ഇടം മാത്രമാണ് ഇടമലക്കുടി. ഒരു കുടിയിൽ നിന്ന് മറ്റൊരു കുടിയിലേക്ക് ഏകദേശം 1-2 മണിക്കൂറുകൾ വരെ നടക്കേണ്ട സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് ആണ്ടവൻ കുടിയിൽ നിന്ന് സൊസൈറ്റി കുടിയിലേക്കാണ്. ഈ സൊസൈറ്റി കുടി വരെയൊക്കെ വാഹനം എത്തുന്നതാണ്. എന്നാൽ നമുക്ക് ഇന്നലെ വാഹനം എത്താൻ സാധിച്ചില്ല. 2 മണിക്കൂറിലധികം നമ്മൾ നടന്നാണ് വന്നത്. ഇപ്പോൾ ആണ്ടവൻ കുടിയിൽ നിന്ന് സൊസൈറ്റി കുടിയിലേക്കുള്ള യാത്രയാണ്. വീണ്ടും അവിടുത്തെ കാഴ്ചകൾ നമുക്ക് പിന്നീട് കാണാം. ഇടമലക്കുടിയുടെ തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന സ്ഥലമാണ് സൊസൈറ്റി കുടി. ഈ കാണുന്നതാണ് സൊസൈറ്റി. ഈ സൊസൈറ്റിയിൽ നിന്നാണ് ആളുകൾ അവർക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇവിടെ തന്നെ സ്കൂളുണ്ട്, ഹെൽത്ത് സെൻ്ററുണ്ട്, അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഒരു വിഭാഗം ആളുകളുണ്ട്, ഫോറസ്റ്റിൻ്റെ ആളുകളുണ്ട്. അത്തരത്തിലുള്ള അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കിയ ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഈ സ്ഥലം സൊസൈറ്റി കുടി എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെയാണ് ഈ കുടിയിലുള്ള ആളുകളെല്ലാം തന്നെ കിലോമീറ്ററുകൾ നടന്നെത്തി അവർക്ക് വേണ്ട സാധനങ്ങൾ, റേഷൻ കട ഉൾപ്പെടെയുള്ളത് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. സാധനങ്ങൾ എത്തിക്കാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. സാധനങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമായതോടുകൂടി വണ്ടി എടലേപ്പാറക്കുടിയിൽ നിന്ന് താഴോട്ട് വരത്തില്ല. അവിടെ നമ്മുടെ ഇതിൻ്റെ ഒരു സബ് പ്രവർത്തിക്കുന്നുണ്ട്. എടലേപ്പാറക്കുടിയിൽ ഒരു സ്റ്റോറുണ്ട്, അതുപോലെ തന്നെ പരിപ്പാറിലൊരു സ്റ്റോറുണ്ട് ഇതിൽ തന്നെ. അപ്പോൾ അങ്ങോട്ടൊന്നും പറ്റുകയില്ല, വഴിയില്ല. ഈ വഴി സൗകര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ സാധനങ്ങളൊന്നും എത്താത്തത്. 3-ാം പറയിലെ മുളകറക്കുടി 102ാമത്തെ സെൻറ്ററിലാണ് ജോലി, അംഗൻവാടി ടീച്ചർ. പിന്നെ ഇവിടെ ഞങ്ങൾക്ക് ഫുഡ് എത്തിക്കാനാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പിള്ളേർക്ക്.
ഇവിടെ നിന്ന് ഞങ്ങൾക്ക് ഇരുപ്പുകല്ല് വരെ വണ്ടിക്ക് എത്തിയാലും അവിടെ നിന്ന് താഴെ 1 മണിക്കൂറുണ്ട് വഴി, ഇറക്കം തന്നെയാണ്. അവിടെ നിന്ന് ചുമട്ടുകൂലി കൊടുത്തിട്ട് വേണം താഴേക്ക് കൊണ്ടുപോകാൻ. പിന്നെ അങ്കൻവാടിയൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ വർഷം പിന്നെ എല്ലാം ഈ കൊറോണ കാരണം കൊണ്ട് എല്ലാം നിന്നിരിക്കുക. എന്നാലും നവംബർ വരെയുള്ള സാധനങ്ങൾ ഞങ്ങളൊക്കെ തന്നിട്ട് അവർ വീട്ടിലേക്ക് അയച്ചു കൊടുത്തിരിക്കുന്നു. നവംബർ വരെയുള്ള സാധനം. ഇന്ന് അടുത്ത് എന്താ തീരുമാനിക്കാമെന്ന് അറിയില്ല. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലും ഇടമലക്കുടി ബഹുദൂരം പിന്നിലാണ്. അപകടം നിറഞ്ഞ കാട്ടുപാതയിലൂടെ കിലോമീറ്ററുകൾ സഞ്ചരിച്ചാൽ മാത്രമേ കുടിയിലെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിൽ പോകാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ പലരും വിദ്യാലയങ്ങളിലേക്ക് പോകാൻ മടിക്കുന്നു. കുട്ടികൾക്ക് ഭയങ്കര മടിയാണ് വരാനായിട്ട്. പിന്നെ ഇച്ചിരി ഓരോ ദിവസമൊക്കെ വരുമ്പോഴൊക്കെ ഞങ്ങൾ പാട്ടിങ്ങനെ കവിതകളൊക്കെ ചൊല്ലിക്കൊടുക്കാറുണ്ട്. പിന്നെ പിള്ളേർക്ക് നടന്ന് വരുന്നതാണ് ബുദ്ധിമുട്ട്. ഇപ്പോൾ മുളകതറയാണ് അങ്കൻവാടി സെൻറ്റർ, പക്ഷേ കീഴ്പത്തം കൂടി നിന്ന് നടന്ന് വരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടാണ് കുഞ്ഞു പിള്ളേർക്ക്. സൊസൈറ്റി കുടിയിൽ സ്കൂൾ വന്നതോടെ കുറേയൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. കൊറോണ പശ്ചാത്തലത്തിൽ ഇവിടെയും സ്കൂൾ ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല. ഓൺലൈൻ ക്ലാസ്സുകളുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. ഇടമലക്കുടിയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പാക്കി എന്നുള്ളതാണ് പല ആളുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ സത്യാവസ്ഥ നമ്മളിവിടെ മനസ്സിലാക്കുമ്പോൾ മനസ്സിലാകുന്നത് 3 കുടികളിൽ മാത്രം, 28 കുടികളുള്ളതിൽ 3 കുടികളിൽ മാത്രമാണ് വൈദ്യുതി ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെ ഭൂരിഭാഗം കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സുകൾ അത് വലിയ തോതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഒരു കാര്യം. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് പഠിക്കാനൊക്കെ സാധിക്കുന്നില്ല. ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ലാത്തതാണ് ഏറ്റവും വലിയ കാരണം. ഇതിൻ്റെ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുന്നവരാണ്. ഇപ്പോൾ കോവിഡ് കാരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പഠിക്കാനൊന്നും പറ്റാതെ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ഇതുപോലെ കുറേ വിദ്യാർത്ഥികൾ ഇവിടെ തന്നെയുണ്ട്. 10ാം ക്ലാസ്, UP, LP എല്ലാം തന്നെ. ഞങ്ങൾക്ക് വൈദ്യുതി ഇല്ലാത്ത കാരണം പഠിക്കാനൊന്നും പറ്റുന്നില്ല, ഓൺലൈൻ ക്ലാസ്സിനൊന്നും പറ്റുന്നില്ല. പൂർണ്ണമായിട്ടും വൈദ്യുതീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇവിടെ തൊട്ടടുത്ത് ഷെഡ് കൂടി അവിടം വരെയൊക്കെ അല്ലേ ഉള്ളൂ. ഈ സൊസൈറ്റി കൂടി ഈ ഭാഗങ്ങൾ എടലേപ്പാറ മുതൽ ഇങ്ങോട്ടുള്ളൂ. താഴോട്ട് ഇനിയും കുടികൾ കിടക്കുന്നുണ്ട്. പക്ഷേ ആ കുടിക്ക് ഒന്നും ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. അത് പൂർണ്ണമായിട്ടില്ല ഇടമലക്കുടി. ആരോഗ്യരംഗത്തും കാര്യമായ മാറ്റങ്ങൾ ഇല്ല. ഇടമലക്കുടിയിൽ ആകെയുള്ള സൗകര്യങ്ങൾ ഈ കാണുന്നതാണ്. ഒറ്റമുറിക്കുള്ളിലെ കുടുംബക്ഷേമ ഉപകേന്ദ്രവും ആയുർവേദ ഡിസ്പെൻസറിയും. കുടിയിലെ ജനങ്ങൾക്ക് മതിയായ ചികിത്സ വേണമെങ്കിൽ കിലോമീറ്ററുകൾ കാടും മലയും താണ്ടണം. ഞാൻ കുടിയിൽ ആശാവർക്കറാണ് 3ാം വാർഡിൽ. എനിക്ക് ആദ്യമായിട്ട് ജോലിയിൽ നിന്ന് പുതുതായിട്ട് പൈസ കിട്ടി. ഇപ്പോൾ ഒന്നും പൈസ കിട്ടുന്നില്ല. പിന്നെ എനിക്ക് കുടിയിൽ ഇറങ്ങി റിപ്പോർട്ട് ചെയ്തപ്പം കുടിക്കാർ ഗർഭിണികളൊക്കെ പൈസ കിട്ടുന്നില്ലെന്നാണ് പറയുന്നത്. അതൊക്കെ കുടിക്കാർക്ക് പൈസ കിട്ടുന്നില്ല, ഗർഭിണികൾക്കൊക്കെ അതൊക്കെ കിട്ടണം. അതെനിക്ക് പറയാനുള്ളത്. പിന്നെ ഞങ്ങൾക്ക് റോഡൊക്കെ നന്നായിട്ടാകണം. കുട്ടികളെ കൊണ്ട് മീറ്റിങ്ങിലൊക്കെ എത്തണം. നല്ലപോലെ റോഡായാലേ ഞങ്ങൾക്ക് കുട്ടികളെ വെച്ചിട്ട് മുകളിൽ പോകാൻ പറ്റത്തുള്ളൂ. വണ്ടി വേണം. ഇവിടെ നിന്ന് നടന്നു പോകുന്ന കഷ്ടമാണ്. പിന്നെ കുടിയിൽ കുട്ടികളെ കൊണ്ട് റിപ്പോർട്ട് എഴുതാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ 1 ദിവസം 2 ദിവസം താമസിച്ച് ഞങ്ങൾക്ക് റിപ്പോർട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. ഒരു ഡോക്ടറുടെ സേവനമുണ്ടെങ്കിൽ അല്പമെങ്കിലും ആശ്വാസമായിരുന്നു. ആവശ്യത്തിന് മരുന്നുകളും ഇവിടെ ലഭ്യമല്ല. വണ്ടി വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മെഡിസിൻസും കാര്യങ്ങളൊക്കെ എത്തിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം അത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെയാണ് മെഡിസിൻ കൊണ്ടുവരുന്നത്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യവും മെഡിസിൻ്റെ ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാർ പരാതി പറഞ്ഞായിരുന്നു. അപ്പം അത്ര വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനൊരു കുഴപ്പം മാത്രമേ ഉള്ളൂ. പിന്നെ ഉടനെ അപ്പുറത്ത് ഹോസ്പിറ്റൽ പണിതിട്ടുണ്ട്, അത് ഉടനെ തുടങ്ങുമെന്ന് പറയുന്നുണ്ട്. അത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമായി. ഞാൻ അടിമാലി പോകും. അടിമാലി, ചിത്രാപുരം, പിന്നെ മറയൂർ. അത് നമ്മൾ പേഷ്യൻ്റ് പറഞ്ഞ ഇത് രീതിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകും. അത്ര ரொம்ப അർജൻറ്റാണെങ്കിൽ നമുക്ക് GH താലൂക്ക് മറ്റേ ടാറ്റാടെ ഇത് അവിടെ കൊണ്ടുപോയി ഇറക്കി വിടും. ഇവിടെ നിന്ന് പോകുമ്പോൾ 2-3 മണിക്കൂറൊക്കെ ആവും. പെറ്റുമ്പടി നമ്മൾ ചെല്ലണമെങ്കിൽ 2 മണിക്കൂറൊക്കെയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ളവർക്ക് ചികിത്സ തേടാൻ കോട്ടയത്തും അടിമാലിയിലും എത്തണം. സഞ്ചാരയോഗ്യമല്ലാത്ത വഴികൾ മാത്രമുള്ള ഇടമലക്കുടിയിൽ അതും ബുദ്ധിമുട്ടാണ്. ആരോഗ്യരംഗത്ത് കേരളം ലോകത്തിന് മാതൃക കാട്ടുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് ഏക ആശ്വാസം. ഇടമലക്കുടിയിലൂടെയുള്ള യാത്രയിൽ പല സ്ഥലങ്ങളിലും കാണാൻ സാധിച്ചു ഇത്തരം കാഴ്ചകൾ. വനം വകുപ്പ് ഇവിടുത്തെ വനവാസികൾക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിൻ്റെ അവസ്ഥയാണിത്. 10-5 കൊല്ലമായി ഈ വീടുകളെല്ലാം തന്നെ പാതി പണിത് നിർത്തിയിരിക്കുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ആണ്ടവൻകുടിയിലെ പരമശിവൻ.
കെട്ടുറപ്പൊന്നുമില്ലെങ്കിലും കയറിക്കിടക്കാൻ ഒരു കുടിലുണ്ടായിരുന്നു പരമശിവന്. സർക്കാർ പദ്ധതിയിൽ പുതിയ വീട് നിർമ്മിക്കുന്നതിനായി ആകെയുള്ള കൂര പൊളിച്ചു മാറ്റി. പുതിയ വീട്ടിൽ താമസമാക്കാൻ സ്വപ്നം കണ്ട കുടുംബം ഇപ്പോൾ പെരുവഴിയിലാണ്. ഇപ്പം 10 കൊല്ലമായിട്ട് പാസ്സാന്ന് വന്നതാ. പാസ്സായിട്ട് വന്ന് ഞങ്ങൾ ഇച്ചിരി ദിവസം വിട്ടായിരുന്നു. പിന്നെ 3 കൊല്ലമായിട്ട് ഒരു കോൺട്രാക്റ്റുകാരൻ വീട് പിടിച്ചു വന്ന് പണി പകുതിയും പൂർത്തിയാക്കി. പുള്ളിക്കാരനെയും ഒരേ ബില്ലേ മാറിക്കെടുത്തിട്ടുള്ളൂ. അടുത്ത ബില്ലില്ലെന്ന് പറഞ്ഞാൽ പകുതി വീട് അങ്ങനെ തന്നെ കിടപ്പുണ്ട്. ഞാനൊക്കെ ഇരുന്ന വീട് ഉടച്ച് പണിത് വെച്ചതാണ്. എനിക്ക് ഇരിക്കാൻ പോലെ ഇപ്പം ന്യായമായിട്ടുള്ള താമസമില്ല. ഞാൻ വേറെ വീട്ടിലേക്ക് താമസം ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരൻ വന്ന് ഏത് സമയം പോകുന്ന പറഞ്ഞാലും പോകേണ്ടി വരും. അങ്ങനത്തെ അവസ്ഥയിലാണ് നമ്മൾ ഇരിക്കുന്നത്. അത് ഇതുവരെയായിട്ട് ഒരു തീരുമാനമാകുന്നില്ല. തറ കെട്ടിയതും ഭിത്തി കെട്ടിയതുമായ നിരവധി വീടുകളാണ് പൂർത്തിയാകാതെ ഇങ്ങനെ കിടക്കുന്നത്. കരാറുകാരൻ കിട്ടിയ പണവും വാങ്ങി നിർമ്മാണം പൂർത്തിയാക്കാതെ മുങ്ങിയെന്നാണ് ഇവരുടെ ആരോപണം. ഊരിലെ കുടിലുകൾ എല്ലാം തന്നെ ചോർന്നൊലിക്കുന്നതാണ്. മണ്ണും കാട്ടുകമ്പുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന വീടുകൾ ഏതു നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്. വനവാസികളുടെ ഉന്നമനത്തിനായി കോടികൾ മുടക്കിയെന്നാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ അവകാശപ്പെടുന്നത്. എന്നാൽ ഈ പണമൊക്കെ ഊരുകളിലെത്തുമ്പോൾ ആവിയായി പോവുകയാണ്. എന്തെല്ലാം ഫണ്ടുകളൊക്കെ പുറമേ നിന്ന് നമുക്ക് എത്തുന്നുണ്ട്. അത് ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടായിരിക്കാം പല എന്താ പറയുക ഈ മെമ്പർമാരൊക്കെ പുറമേ പോകുന്നു മാത്രമല്ല അവരുടെ കയ്യിലെത്തുന്നില്ല. അവിടെ ഒരു നേരിട്ടുള്ളൊരു വികസനം ജനങ്ങളുടെ കയ്യിലെത്തിക്കുകയാണെങ്കിൽ, സർക്കാർ എത്തിക്കുകയാണെങ്കിൽ അത് വളരെ മെച്ചമായിരിക്കും. ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ്, പഞ്ചായത്ത് മറ്റെല്ലാം ഇതിനോട് ഇൻവോൾവ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ട് കാലം ഇത്രയും കടന്നിട്ടും യാതൊരു വികാസവും ഇവിടെ വന്നിട്ടില്ലെന്നാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥികമായിട്ടുള്ള ഒരു നിഗമനം. പിന്നെ പുറത്തിന് പഞ്ചായത്ത് ആയതിനു ശേഷം അതിന് മുന്നേ ഉള്ള ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം നിലനിൽക്കുന്നത്. പഞ്ചായത്ത് അതിന് ശേഷമുള്ള ഒരു മാറ്റമൊന്നായിട്ട് നമുക്ക് ഇവിടെ പറയാനായിട്ട് ഒന്നും തന്നെ കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡിൻ്റെ ഒരു ചെറിയ വികാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ അത് നല്ല രീതിക്കല്ല. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് വണ്ടികളൊക്കെ കടന്നു പോരുന്നത്. ഈ റോഡ് വികാസത്തിന് വേണ്ടി സർക്കാർ നിരവധി പദ്ധതികൾ പാസ്സാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും ആ പദ്ധതി പ്രകാരമുള്ള ഒരു വികാസം ഇവിടെ സംഭവിച്ചിട്ടില്ല. ഇടമലക്കുടിയിൽ ഏതാണ്ട് ഒരു ദിവസം പൂർണ്ണമായും ഞങ്ങൾ യാത്ര ചെയ്തു. പല കുടികളിലും സന്ദർശനം നടത്തി. എല്ലായിടത്തും കണ്ടത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത തന്നെയായിരുന്നു. പ്രധാനമായും ഈ നാടിന് ആവശ്യം അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഏറ്റവും പ്രധാനം നല്ല വഴിയാണ്. ഇവിടേക്ക് കടന്നു വരാൻ ഒരു നല്ല വഴിയില്ലാത്തതാണ് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം. മറ്റൊരു കാര്യം, മറ്റ് വികസനങ്ങളെല്ലാം തന്നെ നടക്കണമെങ്കിൽ ഈ വഴികളെത്തണം. എന്നാൽ ഈ വഴിക്ക് ആവശ്യമായ സൗകര്യം ഒരുക്കേണ്ട സ്ഥലം MLA അടക്കമുള്ള ആളുകൾ മറ്റു വകുപ്പുകൾ, അതായത് വനം വകുപ്പിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇന്നലെ അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലായത്. എന്തായാലും ഇവിടുത്തെ പഞ്ചായത്ത് രൂപീകരിച്ച ശേഷം ഏകദേശം 10 വർഷം പൂർത്തിയായിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാൻ നമ്മുടെ ഭരണവർഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇടമലക്കുടിയിലൂടെയുള്ള യാത്ര താൽക്കാലികമായി ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ഇടമലക്കുടിയിലെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിയ ക്യാമറമാൻ അനൂപ് നായർക്കും ഒപ്പം മറ്റ് സഹായം ചെയ്തു തന്ന അഖിലിനും നന്ദി പറഞ്ഞുകൊണ്ട് വീണ്ടും കാണാം.